ആന്റി ഇങ്ങനെ നടന്ന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ വീട്ടിൽ വന്ന് കണ്ടോളാന്ന് പറഞ്ഞല്ലേ. വീട്ടിൽ വന്നിട്ട് നീ എന്തുണ്ടാക്കാനാടാ? നിന്റെ ഉദ്ദേശം എന്താണെന്നൊക്കെ എനിക്കറിയാം. അപ്പൊ ഞാൻ കുഴപ്പിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആന്റി എന്നോട് ഈ പണി കാണിച്ചതല്ലേ? നീ എന്താ പിന്നെ വിചാരിച്ചേ? എന്നെ പറ്റിച്ചിട്ട് നിനക്ക് കടന്നു കളയാവുന്നോ? നിന്നെ എന്റെ മുമ്പിൽ എത്തിക്കാൻ തന്നെയാടാ ഞാൻ മഞ്ചാടിയെ നിന്റെ വീട്ടിലേക്ക് അയച്ചത്. അതെ, ഞാൻ നിങ്ങളെ പറ്റിച്ചെന്ന് പറയാൻ പറ്റുമോ ആന്റി? നിങ്ങൾ ആവശ്യപ്പെട്ടതൊക്കെ തരാന്ന് ദാസാറ് സമ്മതിച്ചില്ലേ? അത് ഞാൻ അയാളെ വിരട്ടി വാങ്ങിച്ചതല്ലേ. ഓ, എന്നിട്ടും അയാൾ അതിന് ഉപാധി വെച്ചു. മാസം 25,000 രൂപ ഇന്ദ്രന് അനുപമയ്ക്ക് കൊടുക്കണം. എന്തായാലും അനുപമ ഇന്ദ്രന്റെ ഭാര്യയല്ലേ? അപ്പൊ ഡിവോഴ്സിന്റെ വിധി വരുമ്പോ ഭാര്യയ്ക്കും കുഞ്ഞിനും ചെലവിന് കൊടുക്കാൻ കോടതി ഇന്ദ്രനോട് ആവശ്യപ്പെടും. അത് കുറച്ച് നേരത്തെ കൊടുക്കുന്നു കരുതിയേ പോരെ ആന്റി? നീ എന്റെ വായിന്ന് വല്ലതും കേക്കുവേ? അനുപമയ്ക്ക് ചെലവിന് കൊടുക്കണോ വേണ്ടയോ ഞങ്ങൾ തീരുമാനിച്ചോളാം. നീ ഇത് പറയാനാണോ എന്നെ വിളിപ്പിച്ചത്? അല്ല, മഞ്ചാടിയെ ആന്റി എന്റെ വീട്ടിൽ നിന്ന് വിളിച്ചോണ്ട് പോണം, അല്ലെങ്കിൽ അത് വലിയ വിഷയമാകും. വിഷയം ആവട്ടടാ. മഞ്ചാടിയുടെ കല്യാണം മുടക്കണമെന്ന് നീ എന്നെ വിളിച്ചു പറഞ്ഞ കാര്യം ഇപ്പൊ തന്നെ പലർക്കും അറിയാം. ഇനി നിന്റെ അച്ഛനും അമ്മയും കൂടി ഒന്ന് അറിയട്ടെ ഗോകുല്. ആന്റി, അവരൊന്നും അറിഞ്ഞിട്ടില്ലെന്ന് ആര് പറഞ്ഞു? അതൊക്കെ ഞാൻ നേരത്തെ അവരോട് പറഞ്ഞിട്ടുണ്ട് ആന്റി. അതുകൊണ്ട് അവരുടെ മുമ്പിൽ എങ്ങനെ പിടിച്ചു നിൽക്കണമെന്നൊക്കെ എനിക്കറിയാം. അതിന്റെ പേരിൽ എനിക്കൊരു ടെൻഷൻ ഉണ്ടായാൽ അതെല്ലാവരെയും ബാധിക്കും. ആന്റിയെയും ദാസങ്ങളിനെയും എല്ലാം ബാധിക്കും. അങ്കിൾ ഇപ്പോഴും ഇന്ദ്രന് ഷോപ്പ് കൊടുക്കാന്ന് സമ്മതിച്ചിട്ടേ ഉള്ളൂ. അനുപമയുടെ പേരിൽ നിന്ന് ഇന്ദ്രന്റെ പേരിലേക്ക് എഴുതി തന്നിട്ടൊന്നുമില്ലല്ലോ. മഞ്ചാടിയെ ആന്റി എന്റെ വീട്ടിൽ നിന്ന് വിളിച്ചോണ്ട് പോയില്ലെങ്കിൽ